അപ്പോൾ എച്ചെടുക്കൽ എന്ന് കേൾക്കുമ്പോൾ നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കും ഒരു പേടിയായിരിക്കും. എച്ചെടുക്കാനാ കാറും കൊണ്ട് എങ്ങനെ എടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ ഞാനും ആ ഒരു രീതിയിലായിരുന്നു വന്നത്. ആദ്യം 1-2 ക്ലാസ്സിനൊക്കെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ സിമ്പിളായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നെജീക്കാൻ്റെ ക്ലാസ്സിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടി എന്താണെന്നോ കാർ ഓടിക്കൽ എങ്ങനെയാണെന്നോ എച്ചെടുക്കൽ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് സിമ്പിളാണെന്ന് മനസ്സിലായത്. കാരണം അത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് നെജീക്ക ക്ലാസ് തരുന്നത്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഓരോ സ്ത്രീകൾക്കും ഇനി മുന്നോട്ട് വന്ന് കാറ് പഠിക്കാം, സിമ്പിളായിട്ട് എച്ചെടുക്കാം. കാരണം എന്നെപ്പോലെയുള്ള ഒരാളൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ എച്ചെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും പറ്റും. കമ്പി കാണുമ്പോൾ നമ്മൾ വലത്ത് ഭാഗത്തേക്കുള്ള കമ്പി കാണുമ്പോൾ അവിടുന്ന് ഫുള്ള് തിരിച്ചു പോകാൻ പിന്നെ തട്ടുന്നില്ല. അടുത്ത വണ്ടി ഏകദേശം ലെവലായി വരുമ്പോഴാണ് വണ്ടി ലെവലായി വരുമ്പോഴത്തേക്ക് നേരെ ആക്കി പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുക ലെവലായതിനു ശേഷം. അങ്ങനെ ആ ക്വാർട്ടർ ക്ലാസ്സിൽ കാണുമ്പോൾ ഉള്ള തിരി. സ്പീഡ് കുറച്ചിട്ട് തന്നെ സ്മൂത്താണ്, ഒരു കറക്റ്റാണ്. ആ ക്ലച്ച് വിടുന്നെല്ലാം പതുക്കെ പോവാനാണ് പഠിക്കേണ്ടത്. നമ്മൾ വെക്കുമ്പോൾ സെൻറ്ററിൽ തന്നെ വെക്കണം. അങ്ങനെ സൈഡിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊളുത്തി വലിക്കാനുള്ള സാധ്യതയുണ്ട്. എത്രത്തോളം മനസ്സിലാകുന്ന രീതിയിലാണ് നെജിക്ക് നമുക്ക് ക്ലാസ് എടുത്തതെന്നുണ്ടാ. കുഞ്ഞു കുട്ടികളോട് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസാണ് വണ്ടി ഓടിക്കുമ്പോൾ. നമ്മൾ ഒരിക്കലും തളരില്ല. നമുക്ക് പഠിക്കണം എന്ന് തന്നെ നെജിക്കാൻ്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് പെട്ടെന്ന് പോകാനും വരാനൊക്കെ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടെങ്കിൽ സിമ്പിളാണ്. പേടിച്ചിട്ടൊക്കെ ഒരുപാട് സ്ത്രീകൾ പഠിക്കാതിരിക്കുന്നുണ്ട്. ഒരു പേടിയും വേണ്ട, ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് വന്നോളൂ.